ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് ഒരു മുന്തിരി കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഏകദേശം ഒരു അരക്കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പ് മുന്തിരിയാണ് എടുത്തിരുന്നത്. സീഡ്ലെസ് മുന്തിരിയാണ്, കറുത്ത മുന്തിരി ഇല്ലേ, കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ജ്യൂസ് മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ജ്യൂസൊക്കെ വറ്റി ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സിറപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ 3 പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊരു 1/2 കിലോയുടെ കേക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബൗള് വെള്ളമൊന്നും പറ്റാതെ ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അത് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശായിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു മുന്തിരിയുടെ സിറപ്പുണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയില്ലേ, അത് കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഡ്രോപ്പ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ആ കളർ വന്നില്ല. പിന്നെ ഞാനിതിൻ്റെ അകത്തിട്ട് കൂടുതൽ ചേർക്കാൻ പോയില്ല. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കയ്പ്പുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു ഡ്രോപ്പ് മാത്രം ചേർത്തു കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയുടെ ഓയിലൊക്കെ ബട്ടർ പേപ്പറും ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു എയർ ബബിൾസൊക്കെ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 5-6 തവണ ഒന്ന് അതൊക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ 180 ഡിഗ്രിയിൽ. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് 180 ഡിഗ്രി തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിനി മുന്തിരി സിറപ്പ് ഉണ്ടാക്കിയ ആ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ സിറപ്പും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാം. 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്കൊരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ട് കുറച്ച് ക്രീം അതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നടുവിലത്തെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കളർ ചേർത്തേക്കണമല്ല കേട്ടോ, അത് നമ്മുടെ മുന്തിരിയുടെ ഒറിജിനൽ കളർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കേക്കൊന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം.
ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സിറപ്പുണ്ടല്ലോ മുന്തിരിയുടെ, അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പാലറ്റ് നൈഫ് വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്തിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ, ഫ്രഷ് മുന്തിരി, അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ സിറപ്പ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്രീം തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മുന്തിരിയുടെ സിറപ്പ് കൊടുക്കുന്നുണ്ട്. മുന്തിരി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബാക്കി വന്ന ആ സിറപ്പ് മുഴുവനും ആ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് തലേദിവസം രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. ഫൈനൽ കോട്ടും ഡെക്കറേഷനും ഒക്കെ പിറ്റേ ദിവസമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നേരത്തെ കിട്ടുന്ന ഓർഡറുകളൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് വരുന്ന ഓർഡറുകൾ മാത്രമേ ഒരു ദിവസം കൊണ്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതെനിക്ക് നേരത്തെ തന്ന ഓർഡറായിരുന്നു. ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതൊക്കെ ഉണങ്ങി പിടിച്ച് പിന്നെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു സ്ക്വയർ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം